ചേട്ടാ, കേന്ദ്ര പദ്ധതിയായ അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് കാലങ്ങളായി കുറെ പാവപ്പെട്ടവർ അന്നമാണ് സ്ത്രീകൾ മാത്രമല്ലല്ലേ, ഭൂരിപക്ഷമാണ്. അപ്പൊ ഈ ബില്ല്, അതായത് ഈ പേര് മാറ്റുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുവാണ് ഇന്ന് കേന്ദ്രം. ഇതിനെതിരെ ഇന്നലെ ഇതൊരു ചെറിയ ഇങ്ങനൊരു വിവരം പുറത്തു വന്നിരുന്നു. ഇന്നലെ തന്നെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പേരുമാറ്റം എന്നുള്ളത്, ഇനി തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ. അന്നേരം തന്നെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രിയങ്ക ഗാന്ധി ചോദിച്ചിട്ടുണ്ട് ഈ പേര് മാറ്റുന്നതിൽ എന്താണ് അടിസ്ഥാനം എന്നുള്ളത്. മീൻസ് ഇപ്പം തൊഴിലുറപ്പിൽ വേറെ കുറെ പോരായ്മകളുണ്ട്. അതായത് തൊഴിൽ, ഈ പറയുന്ന 100 ദിവസത്തെ തൊഴിൽ പലർക്കും കിട്ടുന്നില്ല, തൊഴിലെടുത്ത പൈസ പലർക്കും അക്കൗണ്ടിൽ വരുന്നില്ല, കാലതാമസം വരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പുറത്ത് കിടക്കുമ്പോൾ ഈ പേര് മാറ്റൽ എന്നതുകൊണ്ട് എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിലെ കേന്ദ്ര സർക്കാരിന്റെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമല്ലോ. അത് മാത്രമല്ല, മിഷനായിട്ടാണ് ഇത് അവതരിപ്പിച്ചേക്കുന്നത് ഇപ്പം, അല്ലെ, 2047 ഒരു മിഷൻ. അപ്പൊ ഇതെങ്ങനെ മിഷനായിട്ട് മാറും? ഈ ഒരു സംഭവത്തെ എങ്ങനെ മിഷനായിട്ട്? അത് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പദ്ധതി അത്രയും കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ആണ് ഈ മിഷൻ എന്നുള്ള ലെവലിൽ അവർ പറഞ്ഞിരിക്കുന്നത്, 2047 വരെ എന്നുള്ള ലെവലിൽ. അതായത് റാംജി എന്ന് പറയുന്ന പുതിയ പദ്ധതി, VB റാംജി എന്ന് പറയുന്ന ഒരു മിഷനായിട്ടാണ് ഇവർ ഈ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. മൊത്തത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ അതായത് എങ്ങനെ പറഞ്ഞു പറ്റുവിക്കുന്നത്, അതായത് ദി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഇതിപ്പോ അവർക്ക് വേറെ ഒന്നുമില്ല അതിനകത്ത് നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവും, ആദ്യം മഹാത്മാഗാന്ധിയുടെ പേരിലായിരുന്നു അവരുടെ ഒരു അജണ്ട എന്നുള്ള നിലയിൽ നിന്ന് തന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു പേര് അവർ നീക്കം ചെയ്തു. അപ്പം മഹാത്മാഗാന്ധി പിന്നെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനിയും പറയാൻ പറ്റില്ല, ഇനി റാംജി എന്ന് പറയാം. ഇനി അതിലെ ആ റാംജി എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു കാര്യമാണ്. മഹാത്മാഗാന്ധി പോയി എന്നുള്ളത് വേറൊരു കാര്യം. ഈ റാംജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേറാം അല്ല, ആ റാം അല്ല. അവര് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ രാജ്യത്തെ തച്ചു തകർക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള മതേതരത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി എക്കാലവും സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന അതേ റാംജി തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. ഇപ്പം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുക, ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പിന്നെ ഈ പറയുന്ന പശുമാംസം കൈവശം വെച്ചതിൻ്റെ പേരിൽ ഒരാളെ ഉപദ്രവിക്കുക, കൊലപ്പെടുത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ തന്നെയല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ചെന്നതിന് ശേഷം അവരെ ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചതിന് ശേഷം അങ്ങനെ പറയാത്തവരെ ഉപദ്രവിക്കുക തുടങ്ങിയ അതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ക്രൂരകൃത്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡിംഗ് ആയി ഈ റാം എന്ന് പറയുന്ന വാക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വർത്തമാനകാല ഇന്ത്യയുടെ ഏറ്റവും വലിയ ദാരുണാവസ്ഥ. ഒരു കാലത്ത് ഹേറാം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുന്ന ആ സമയത്തും അപ്പോൾ ആ ഹേറാം എന്ന് പറയുന്ന അതിനൊരു വിശുദ്ധി ഉണ്ടായിരുന്നു. ആ വിശുദ്ധിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ റാംജി എന്ന് പറയുന്ന ഈ പദ്ധതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വിദ്യാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും പണം കിട്ടാനുണ്ട്. ഇതൊരു കേന്ദ്ര സർക്കാർ പ്രോജക്റ്റാണ്. ഇത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ എനിക്ക് 2004 മറ്റോ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്, 2005. അപ്പോൾ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കേന്ദ്ര പദ്ധതികളിൽ 10% സംസ്ഥാന വിഹിതവും ബാക്കി വരുന്ന 90% ഇവർ തരേണ്ടതുമാണ്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കണക്ക് അനുസരിച്ച് നോക്കിയാൽ കേന്ദ്ര പദ്ധതികളിൽ പലതും നമുക്ക് കിട്ടേണ്ട തുകയുടെ വളരെ നാമമാത്രമായ തുക മാത്രമാണ് നമുക്ക് അനുവദിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും 1% പോലും നമുക്ക് കേന്ദ്ര പദ്ധതികളിൽ നിന്നുള്ള പണം ലഭിക്കുന്നില്ല. ഈ പുതിയൊരു സാമ്പത്തിക വർഷം നമ്മളുടെ അടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്, കണക്കുകൾ പ്രകാരം ലഭിക്കേണ്ടിയിരിക്കുന്നത്, നമുക്ക് ലഭിക്കേണ്ട പദ്ധതി തുകയുടെ 1.9 അതായത് 2% പോലും നമുക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കേന്ദ്ര പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാനങ്ങൾക്ക് ഇരുട്ടടിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ മറ്റൊരു കാര്യം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിലവിലിപ്പം 800 അതായത് 800-ലധികം കോടി രൂപ നമുക്ക് കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ട്, മെറ്റീരിയൽ കുടിശ്ശിക ഉൾപ്പെടെ. അപ്പോൾ മെറ്റീരിയൽ കുടിശ്ശിക നേരത്തെ പറയാം, മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസ് നമ്മൾ നോക്കിയാൽ മതി എന്നുള്ളതായിരുന്നു ഈ പറയുന്ന പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് പോകുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ തുക മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ
അവരുടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ വരുമോ അതെല്ലാം ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ നോക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ അത് മാറി തുടർന്ന് 60-40 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് കൊണ്ടെത്തിക്കുക. 60:40 എന്ന് വെച്ചാൽ ഇതിന്റെ പദ്ധതി വിഹിതത്തിന്റെ 60% കേന്ദ്ര സർക്കാർ തരും, ബാക്കി 40% നമ്മൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഏകദേശം അങ്ങനെ വരുമ്പോൾ ആ തുക 1600 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് മൊത്ത തുകയുടെ 40% എന്ന് പറയുമ്പോൾ 1600 കോടി രൂപയോളം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ ഇതൊരു വലിയ ഒരു ഭാരമായി, സാമ്പത്തിക ഭാരമായി മാറുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനും എല്ലാം കൂടി നമുക്ക് 800-ലധികം കോടി രൂപ നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട്. അതായത് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുണ്ട്, കുടിശ്ശിക കിടക്കുന്നു. ആ കുടിശ്ശിക കാരണം നമുക്ക് ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ട വേതനം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ തന്നെയുമല്ല, ആ കുടിശ്ശിക നിലനിൽക്കെ തന്നെയാണ് വീണ്ടും 1600 കോടി രൂപയുടെ അധിക ഭാരം കൂടി സംസ്ഥാന സർക്കാരുകളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ തരത്തിലേക്ക് ഇത് മാറുന്നു. അപ്പൊ ഇതിന് 125 ദിവസമായി മാറുകയും ചെയ്യുന്നു. അപ്പം ഈ 100 എന്നുള്ളത് 125 ദിവസമായി മാറുന്നതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. അതായത് ഈ പറയുന്ന കാർഷികേതര, അതായത് കാർഷിക സീസണുകൾ വരും. അപ്പൊ കാർഷിക സീസണുകളിൽ പണിയെടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. കാർഷിക സീസൺ വരുമല്ലോ. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ കാർഷിക സീസണുകളുണ്ട്. ഇപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ചിലയിടത്ത് 3 തവണ കൃഷി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം 3 തവണ കൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ സീസൺ അല്ലാത്ത സമയം വളരെ കുറവായിരിക്കും. ഒരു കൃഷി ചെയ്ത് 3 തവണ സീസണിന് 12 മാസമേ നമുക്കുള്ളൂ. ഈ 12 മാസത്തിനിടയ്ക്ക് കാർഷിക സീസൺ അല്ലാത്ത എത്ര പ്രവൃത്തി ദിനം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ കാർഷിക മേഖലയിൽ നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായും ഈ പറയുന്ന പ്രതിസന്ധി, ഈ 100 കാർഷിക ദിനം എന്ന് പറയുമ്പോൾ 100 ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല 125 ദിനം എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ല. ഇപ്പൊ 125 ദിനം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊന്ന് 4 മാസമായി. 4 മാസത്തെ കാലാവധികളോ പിന്നെ 5 ദിവസത്തിന്റെ കാര്യമുള്ളൂ. നമ്മുടെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 5 ദിവസത്തിന്റെ കാര്യം കൂടി ഉള്ള ഒരു 4 മാസത്തിലേക്ക് എത്തിക്കാം. അപ്പൊ ഇത്രയും പ്രവൃത്തി ദിനം എങ്ങും കിട്ടാനുള്ള സാധ്യത വളരെ കുറവായി മാറുകയും ചെയ്യും. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി നമുക്ക് കൃഷി അത്ര വ്യാപകമല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ഈ 125 പ്രവൃത്തി ദിനം നൽകാൻ സാധിച്ചിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇവർ ഈ പുതിയ ബില്ലിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ പറയുന്ന തൊഴിൽ കഴിഞ്ഞു, അതായത് 125 ദിവസത്തെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൈസ, അതായത് അതിന്റെ കൂലി ഇവരുടെ അക്കൗണ്ടിലോട്ട്, അതായത് 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ തൊഴിലില്ലായ്മ, അതായത് വേതന, അതായത് എന്താ പറയുന്നത്, ഒരു വ്യവസ്ഥയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, അതായത് തൊഴിലില്ലായ്മ വേതനത്തിനും വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ആരുടെ തലയിൽ അധിക ബാധ്യതയായിട്ട് വരും? അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അധിക ബാധ്യതയായി മാറും. തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നത് പിന്നെ ഇവരുടെ ഭാഗത്തല്ലല്ലോ, അത് കേന്ദ്ര സർക്കാരിന്റെ അല്ലല്ലോ. തൊഴിലില്ലായ്മ വേതനം വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. അപ്പോൾ അത് ആ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയിലേക്ക് അത് കൂടിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തൊഴിലുറപ്പ് വേതനം കൂട്ടിയിട്ടുണ്ട്. ഈ വേതനം കൂട്ടുക എന്ന് പറയുന്ന നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട്ടിയ വേതനം ആരാണ് കൊടുക്കേണ്ടത്? അതിന്റെ ബാധ്യത ആര് സഹിക്കണം? ഈ 60-40 എന്ന് പറയുന്ന 40% നമ്മൾ എടുക്കേണ്ടി വരും. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1600 കോടിയോളം രൂപ നമുക്ക് അധിക ബാധ്യതയായി വരാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാവുന്നതിലൂടെ. പിന്നെ പേര് മാറ്റുന്നതിന്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചർച്ചകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ചോദിച്ചൊരു ചോദ്യം കറക്റ്റ് ആണല്ലേ? അതായത് ഇപ്പൊ ഇത്ര അത്യാവശ്യപ്പെട്ട് പേരല്ലല്ലോ മാറ്റണ്ടേ, ബാക്കിയുള്ള അവരുടെ സൗകര്യങ്ങൾ വികസിപ്പിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ അവരുടെ കൂലിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ മറ്റുള്ളതിലൊന്നും തീരുമാനം, പേര് മാറ്റുന്നതിൽ മാത്രമാണല്ലോ ധൃതി കാണിക്കുന്നത്. ശരിയല്ലേ? അതെ അതെ, അതാണ് കാര്യം. അവര് ഇപ്പൊ ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ മാധ്യമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് മാറ്റി. ഗാന്ധിജി ഇന്ന് തന്നെ മാതൃഭൂമിയുടെ തലക്കെട്ട് മഹാത്മാവേ മാപ്പ് എന്ന് പറഞ്ഞാണ് തലക്കെട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അതാണോ അതിന്റെ യഥാർത്ഥ പ്രശ്നം? അല്ല, പേര് മാറ്റുന്നതല്ല യഥാർത്ഥ പ്രശ്നം. പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ് പേര് മാറ്റുക. ഇവിടെ പലതിന്റെയും പേരുകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുന്നു. ഗാന്ധിജിയോട് പണ്ടേ അവർക്ക് എതിർപ്പുണ്ട്. ഇനിയും മിക്കവാറും നമ്മുടെ നോട്ടുകളിൽ മിക്കവാറും ഗോൾവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് അവർ മിക്കവാറും അടിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചോ അമിത്ഷായുടെ ചിത്രം വെച്ചോ അടിക്കും. ഈ അമിത്ഷായും ഇച്ചിരി കഷണ്ടി കയറിയിരിക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പം ഗാന്ധിജി ഏത് അമിത്ഷാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ചിലപ്പം ഇനി വരും ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അവർക്ക് ഇറക്കാം. അപ്പോൾ അങ്ങനെ ഇവര് ആ രീതിയിലൊരു പ്രീണന നയമാണ്. എന്നിട്ട് ഇതിൽ ചില സംഘപരിവാർ ആൾക്കാർ പറയുന്നത് ഗാന്ധിജി രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ഒരാളാണ്, ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായിരുന്നു തുടങ്ങിയ കമന്റുകളൊക്കെ. അപ്പൊ ആ ഗാന്ധിജി ഇനി നമുക്ക് വേണ്ട. ഈ ഗാന്ധിജിയെ നമ്മൾ അംഗീകരിക്കുന്ന രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിലാണ്.
അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ശക്തമായ പങ്ക് വഹിച്ച ഒരു മഹാത്മാവ് എന്നുള്ള നിലയിലാണ്. പിന്നെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ മോശപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പലരും പറയുന്നത് ഇത് ഗാന്ധിജി വലിയ മോശപ്പെട്ട ആണ് എന്നുള്ള കാര്യം. അതായത് അന്ന് ഈ ശൈശവ വിവാഹമാണ്. ശൈശവ വിവാഹ കാലഘട്ടത്തിൽ അന്ന് ഇവർ വിവാഹിതരായി കസ്തൂർബാ ഗാന്ധിയായിട്ടുള്ള വിവാഹം എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പം പ്രായം 17-16 വയസ്സെന്തോ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നടന്ന ഒരു അനുഭവം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട്. അപ്പോൾ ആത്മകഥയിൽ പറയുന്ന ഒരു അച്ഛനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. അച്ഛനെന്തോ വയ്യാതെ കിടക്കുന്ന സമയത്ത് പോലും രാത്രിയിൽ ഭാര്യയ്ക്കൊപ്പം ശയിക്കേണ്ടി വന്നതിന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോൾ താൻ ചെയ്ത് തെറ്റായി പോയി എന്നൊരു വലിയ കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്തുയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ സംഘപരിവാർ ശക്തികൾ പറയുന്നത് അയാൾ നീചനാണ്. അച്ഛൻ വയ്യാതെ കിടക്കുന്ന സമയത്താണോ പ്രായം മാനിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ ഗുസ്തി താരങ്ങളോടെല്ലാം അവിടുത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോടക്കം കായിക താരങ്ങളോടക്കം അതിമോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ ഈ പറയുന്ന അന്യായങ്ങളൊക്കെ എവിടെയായിരുന്നു ഈ സംഘപരിവാറിന്റെ? അയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഭരണകൂട വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിരുന്നു. പോട്ടെ, ഒരു FIR ഇട്ട് അയാൾക്കെതിരെ കേസെടുത്ത് നടത്താൻ ഡൽഹി പോലീസിന് കഴിഞ്ഞോ? ഇല്ല. അവര് ദിവസങ്ങളോളം ഈ പറയുന്ന പിന്നെ സാക്ഷി മല്ലിക അടക്കമുള്ളവർ അവിടെ പോയതുകൊണ്ട് അടികൊള്ളുകയും ചവിട്ടുകൊള്ളുകയൊക്കെ ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒടുവിൽ അവർ നേടിയെടുത്ത മെഡലുകൾ അത്രയും അവർക്ക് കൊണ്ടുവന്ന് ഒഴുക്കേണ്ടി വന്നു. ഗംഗാ നദിയിൽ കൊണ്ട് ഒഴുക്കേണ്ട ഗതികേടിലേക്ക് വന്നു. ബൂട്ട് കെട്ടില്ല എന്ന് വാശി പിടിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ അവരല്ലേ യഥാർത്ഥത്തിൽ നീചന്മാര്? അപ്പൊ എന്നിട്ട് ഇപ്പൊ പിന്നീട് പറയാം ഗാന്ധിജി ഇവിടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തുകയും സഹന സമരം കൊണ്ട് രാജ്യത്തിനെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തൊരു മഹാത്മാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രാധാന്യം. അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ച് തന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന കവിയാണ്, അല്ലെ? അപ്പൊ അത്രയും പിന്നെ പ്രാധാന്യമുള്ള ഒരു മഹാത്മാവിനെ വേണ്ട, ഇനി മുതൽ വേണ്ട. വേറെ ആരെ കൊണ്ട് ഗോൾവർക്കറിനെ വേണോ ഇനിയും? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിടത്ത് പോലും RSSന്റെ ഒരു പങ്കില്ല. അപ്പൊ ചേട്ടൻ പറയുന്നത് അതിലോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് അതിന്റെ തുടക്കമാണ് ഈ പദ്ധതികളുടെ പേര്. പിന്നെ തീർച്ചയായിട്ടും എത്രയോ അങ്ങനെ എന്തെല്ലാം ജവഹർലാൽ നെഹ്റുവിനെ വേണ്ട എന്ന് പറയുന്നില്ലേ? അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുപിടിക്കുന്നത് ജവഹർലാൽ നെഹ്റു മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയായിട്ട് എന്തോ അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറുകാർ ഇയാളെ പിന്നെ ഡീഫെയിം ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ ഡീഫെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളൊരു പ്രാധാന്യം അവിടെ ഉണ്ട്. പിന്നെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാനാക്കി മാറ്റി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലാഹോറിൽ ജനിച്ച ഒരാളാണ് നമ്മുടെ LK അദ്വാനി എന്ന് പറയുന്ന ഇവരുടെ BJPയുടെ സമുന്നതനായ നേതാവ്. അദ്ദേഹം ലാഹോറിലാണ് ജനിച്ചത്. അത് അവിഭക്ത ഇന്ത്യയുടെ അന്ന് ഈ അവിഭക്ത ഇന്ത്യയിൽ പാകിസ്ഥാനോട് ചേർന്ന് വരുമായിരുന്നല്ലോ. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ലാഹോറാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അന്ന് പിന്നെ ജവഹർലാൽ നെഹ്റു ചെയ്ത നല്ല കാര്യമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഇന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോളൂന്ന് അവർക്ക് പറയാൻ ധൈര്യമായിട്ട് സംഘപരിവാറുകാർക്ക് പറയാൻ കഴിയുന്നത്. അത് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ബംഗാൾ വിഭജനം അതൊക്കെ പറയാണ്. പക്ഷെ ഈ ബംഗാൾ വിഭജനം നടന്ന സമയത്തും നിങ്ങളെവിടെയായിരുന്നു? ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഗോൾവർക്കർ ഉണ്ടായിരുന്നല്ലോ, വീർ സവർക്കർ എന്ന് വിളിപ്പേരിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോയി ഷൂ നക്കി കൊടുത്ത ഒരു മനുഷ്യനുണ്ടല്ലോ. എന്താ പുള്ളിക്ക് പ്രതികരിച്ചുകൂടായിരുന്നു? ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് പിന്നാലെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ചെയ്തില്ല? അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നില്ല അവർക്ക് വലുത്. ഇവിടെയുള്ള ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾ എന്ന് പറയുന്ന അവർ കുടിയേറ്റക്കാരാണെന്നേ. ഈ ആര്യന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ കുടിയേറ്റക്കാരാണ് ശരിക്കും. അപ്പം പിന്നെ ആര്യാധിനിവേശത്തെക്കുറിച്ച് ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർ എതിർക്കാഞ്ഞ്? എന്തുകൊണ്ടാണ് ഇത് പാടില്ല, പാകിസ്ഥാനെ വിഭജിക്കാൻ പാടില്ല, ഗാന്ധിജിയുടെ ആശയങ്ങൾ തെറ്റായി പോയി, അല്ലെ? ഗാന്ധിജിയെ കൊല്ലേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണെന്നല്ലേ ഗോഡ്സെ പിന്നീട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളുണ്ടല്ലോ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നാ പറഞ്ഞ പിന്നെ മഹാത്മാഗാന്ധിയെ. അപ്പൊ അങ്ങനെ അന്ന് അദ്ദേഹം ജനസംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഹിന്ദു സംഘടനകളോട് ബന്ധമുള്ള നമ്മൾ ചെറുപ്പകാലം മുതൽ പഠിച്ചത് എങ്ങനെയാണ്? പിന്നെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനാൽ വെടിയേറ്റ് മരിക്കപ്പെട്ട എന്നാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോൾ അത് മാറ്റി. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സംഘപരിവാർ അനുകൂലികൾ എഴുതി വെക്കുന്നതായിരിക്കും ഗാന്ധിജി ആത്മഹത്യ ചെയ്തെന്നായിരിക്കും. 1948 ജനുവരി മാസം 30 ഗാന്ധിജി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും. അതാണ് ഈ സംഘപരിവാറിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്
ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇട്ടുള്ള അടിയാണ്. ഇതിന്റെ കൃത്യമായ ഫണ്ട് വിതരണം നടക്കും. ഇത് പുതിയൊരു തലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നൊരു കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് കൃത്യമായി 60% ഫണ്ട് കിട്ടിയിരിക്കും. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഫണ്ട് കൊടുക്കും. നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ഇതിന് വന്നു കഴിഞ്ഞാൽ BJP ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ 60% ഫണ്ട് കൃത്യമായി കിട്ടിയേനെ. അതല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തരുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കൂ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 18 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തന്ന എല്ലാ കാര്യങ്ങൾക്കും പൈ വ്യത്യാസമില്ല, കണക്ക് കുറിച്ച് ഇവിടെ കൊടുത്തവരാണ് ഈ കേന്ദ്ര സർക്കാർ. നമ്മുടെ ഇവിടെ വിതരണം ചെയ്ത് റേഷനരിക്ക് കിലോ കണക്കിന് അരി വിലയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവരാണ്, റേഷനരിയുടെ വില വാങ്ങിയവരാണ്. അവിടെ എയർലിഫ്റ്റ് ചെയ്തതിന്റെ ഫ്യൂവൽ ചാർജ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയവരാണ് ഈ കേന്ദ്ര സർക്കാർ. അത് വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മൾ ഇതിനെ ഒരു തീവ്ര ദുരന്തമായിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ എത്ര തവണ കത്തെഴുതി? എന്തെങ്കിലും ഉണ്ടായോ? ഈ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും കോടതി നടക്കുകയാണ് ആ കേസ്. എന്താണ് തടസ്സമെന്നാണ് ഹൈക്കോടതി പോലും ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ അവർക്ക് ഈ ലോൺ എടുത്തെന്ന് പറയുന്നിടത്ത് വീടില്ല, സ്ഥലമില്ല, രേഖകളൊന്നുമില്ല, പക്ഷെ അവർ ലോൺ അടയ്ക്കണം. അതെ, ഇവരൊക്കെ എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കൂ. എവിടെ ഈ പറയുന്ന വയനാടിന്റെ തീവ്രത പോലും ഇല്ലാതെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് അനുവദിച്ചു കൊടുത്ത കോടികളുടെ കണക്ക് കേട്ട നമ്മൾ ഞെട്ടിപ്പോകുന്നേ. അത്രത്തോളം തുകയാണ് അവർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക്. BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJPക്ക് ഭരിക്കാൻ സാധ്യതയുള്ള, കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു വാരിക്കോരി ചെലവഴിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ കടക്കണിയിൽ തന്നെയാണ്, കെണിയിലായിക്കൊണ്ടിരിക്കുന്നു. 1 ലക്ഷം ഈ പറയുന്ന പോലെ എത്രയോ കോടി രൂപ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ തരാനില്ല. നമ്മുടെ GST വിഹിതം കിട്ടാനുണ്ട്, നികുതി വിഹിതം കിട്ടാനുണ്ട്. ഇതൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഇതുമായിട്ട് എന്താ പറയാ, ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിയുടെ ഒരു വിവാദപരമായ പരാമർശം വന്നു. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് ജോൺ ബ്രിട്ടാസ് ആണ്, MP. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഫണ്ട് കിട്ടാനുണ്ട് അവിടെ നിന്ന്. ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അത് തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കിടക്കുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദം അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് സംസ്ഥാന സർക്കാർ കട്ടുപിടിക്കുന്നു എന്നാണ്. എവിടെ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര പദ്ധതികളുടെ വിഹിതം എവിടെ എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18 MP പോലും ഒരു സമരം പ്രഖ്യാപിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും കേരളത്തിൽ നടന്ന സംഭവം, അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഡൽഹിയിൽ 18 MP സമരം നടന്നുകൊണ്ടിരിക്കുക, പ്രതിഷേധ സമരം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇതുപോലെ പെൻഷൻ മുടങ്ങി 3 മാസം പെൻഷൻ മുടങ്ങിയത് ഇതുപോലെ കേന്ദ്ര വിഹിതം വരാത്തതുകൊണ്ടാണ്. അന്ന് ഇവിടെ അല്ല, അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? കമ്പനി രൂപീകരിച്ചു. പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി രൂപീകരിച്ചുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാർ ഒരു എയ്ഡ് എടുത്തു. അതാണ് ഇപ്പൊ നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വിവാദം ഉണ്ടാക്കി, കമ്പനി രൂപീകരിച്ച് കൊള്ളയാണ് നടത്തുന്നത്. ഈ രീതിയിലാണ് പ്രശ്നം. സംസ്ഥാന സർക്കാർ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇപ്പൊ നമ്മൾ നോക്കൂ, കേന്ദ്രത്തില് അവിടെ എന്താ വേണം പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അവിടെ സമരം ചെയ്യുകയാണ് അല്ലെ. ഇപ്പം EDയും കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ അവർക്ക് നല്ല ആൾക്കാരാണ്. ഡെക്കാൻ ഹെറാൾഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെയും സോണിഗാന്ധിക്കെതിരെ കേസ് വന്നപ്പോൾ ED എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവിടെ സമരം ചെയ്യാത്തത്? സംസ്ഥാന സർക്കാരുകൾക്ക് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തത്? അത് വേറൊരു പ്രശ്നമാണ്. അപ്പൊ അവിടെ പോയതുകൊണ്ട് എന്താ പറയുന്നത്, പോറ്റിയെ കേറ്റിയെ എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ശബരിമലയിലെ ഏറ്റവും ദിവ്യമായി നമ്മൾ അറിയപ്പെടുന്ന ഒരു ഭക്തിഗാനമാണ് സ്വാമി അയ്യപ്പോ എന്ന് പറയുന്നത്. അതേ ട്യൂണിൽ പാരഡി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയതുകൊണ്ട് പാർലമെന്റ് മുമ്പിൽ പോയി പാടുകയാണ്. ഇവിടുത്തെ MP എന്ന് പറയുന്ന കിഴങ്ങന്മാരെന്ന് തന്നെ പറയണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടിയിട്ട്? അവരവിടെ പോയത് ഈ പോറ്റിയെ കേറ്റിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പാടിയിട്ട് എന്തോ കാര്യം? ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, അല്ലെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന 18 MP ഇപ്പോഴും അവർ പേര് മാറ്റിയതിനെ കുറിച്ച് പേര് മാറ്റിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രിയങ്ക പോലും പേര് മാറ്റിയതിനെ കുറിച്ചാണ് ചോദിച്ചത്. അല്ലാതെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ചോ ഇവിടുത്തെ തൊഴിലുറപ്പ് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചോ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ബാധിക്കുന്ന വിഷയമാണെന്നേ. ഫലത്തിൽ ഈ പറയുന്ന 100-ൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ദിനങ്ങൾ.
ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 100 ദിനം ആയിട്ടുള്ള തൊഴിൽ കിട്ടുന്നില്ല, സൗകര്യങ്ങളില്ല, തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അതിന് പണം വരുന്നുണ്ടോന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇതുവരെ? ഒരാളും തിരക്കിയിട്ടില്ല. എന്താണ് അതിന്റെ വ്യവസ്ഥ എന്ന് പോലും ഒരു 90-10 ഈ 90% നമുക്ക് കിട്ടേണ്ട പിന്നെ പണം നമുക്കിവിടെ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷത്ത് കുറെ പേരുണ്ടല്ലോ, കുറെ MP-മാരും ഉണ്ടല്ലോ, എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടെ സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു പുകമറ സൃഷ്ടിക്കുക. അപ്പൊ സാധാരണക്കാർ ജനങ്ങൾ എന്താ വിശ്വസിക്കുക? ശരിയല്ലേ, സംസ്ഥാന സർക്കാരല്ലേ നമുക്ക് കാശ് തരേണ്ടത്, സംസ്ഥാന സർക്കാർ നമുക്ക് കാശ് തരുന്നില്ല. അപ്പൊ കുറ്റക്കാരാരാ? നമുക്ക് കാശ് കിട്ടാത്തതിന്റെ കുറ്റക്കാരാരാ? സംസ്ഥാന സർക്കാർ. അല്ല, കേന്ദ്രത്തിൽ ഈ 90% വരാതിരിക്കുന്നു എന്നുള്ള വിവരം മനഃപൂർവ്വം പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ആരും അറിയാതെ പോട്ടെ എന്നുള്ള ലെവലിൽ അതങ്ങ് മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന ഈ പുതിയ ബില്ലിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. രാഷ്ട്ര നേതാക്കന്മാരോട് ഒരിക്കലും നീതി പുലർത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സംഘപരിവാറുകാർ. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ആ കാര്യം പോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഒരു വലിയ ഒരു അവഗണനയുടെ ഒരു മണം ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിക്കുന്നുണ്ട്.